എല്ലാം വെച്ച് വെട്ടി തലയും മുട്ടയടിച്ചു ചോറ് എന്ത് ചെയ്യും തിന്നണം. അവിടെയൊന്നും കാണിക്കില്ല. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൻ്റെ സ്വന്തം ചിറ്റപ്പൻ്റെ തോട്ടത്തിൽ നിന്ന് കുറച്ച് പേരയ്ക്ക കണ്ടില്ലേ. ഇവിടെ നമ്മൾ പേരയ്ക്ക എന്നാണ് പറയുന്നത്, ഇവിടെ എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ആദ്യം തിന്നട്ടെ, എന്നിട്ട് ഇതിൻ്റെ കഥ പിന്നെ പറയാം. ഞാൻ പറയാം എന്താ അറിയോ, ഞങ്ങൾ കാലത്ത് എണീറ്റ് കുളിച്ച് ഇന്ന് കുറേ തുണിയുണ്ട്, ഇനി ബാഗ് കഴുകി, ഇതിനകത്ത് തുണി കംപ്ലീറ്റ് കഴുകി, എൻ്റെ ബാഗ് കഴുകി, നല്ലോണം കുളിച്ചെന്ന് പറഞ്ഞാൽ കുറേ ദിവസത്തെ എല്ലാം കൂടെ കുറേ ദിവസമായി കുടിയൊന്നും ശരിയാവാതെ ഇതൊക്കെ കഴുകി എല്ലാം ഉണക്കി വന്നു. എനിക്കാണെങ്കിൽ വിശന്നിട്ട് ഒരു നൂർപ്പില്ല കേട്ടോ. വിശന്നെന്ന് പറഞ്ഞാൽ നല്ല വിശക്കുന്നുണ്ട്, ഭയങ്കര ഒരു തളർന്ന പോലായി ഞാൻ. അപ്പം ഞാൻ ഒരു കരിക്ക് വെട്ടി എന്ത് ചെയ്തു കുടിച്ചു. അപ്പോൾ എനിക്ക് ആ അവിടുത്തെ അക്ക എന്ത് ചെയ്തു, ഈ ഇങ്ങോട്ടേക്കൊക്കെ ഉള്ള ഒരു സൈസ് കഞ്ഞിയുണ്ട്. അതായത് എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു കഞ്ഞി വെക്കും. ഒരു കഞ്ഞി വെച്ചിട്ട് അതിങ്ങനെ കഞ്ഞി ഇങ്ങനെ കട്ടയ്ക്ക് ഇരിക്കും വേവിച്ച് വെച്ചിട്ട്, അത് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ പാത്രത്തിലിട്ട് കൈ കൊണ്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഉടച്ചിട്ട് കലക്കിയിട്ട് നമ്മുടെ കേരളത്തിനകത്ത് തുവരപ്പയർ എന്തോ അമരപ്പയർ കഴുകിയിട്ട് ഉപ്പും ഒക്കെ പുരട്ടി ഉണങ്ങിയിട്ട് എണ്ണയിൽ വറുത്തതും പിന്നെ മറ്റേ മുളക് പിന്നെ ഒരു സൈസ് ഈ കുഴൽ പോലത്തെ ഒരു പപ്പടമില്ല, അതും കൂടെ അവരെനിക്ക് തന്നു. ഞാനതുകൂടെ കുടിച്ചു. അതുകൂടെ കുടിച്ചപ്പോൾ എനിക്ക് ഒന്നുകൂടെ അങ്ങ് വിശപ്പായി. അപ്പോൾ നടന്നു വരുമായിരുന്നു. അപ്പോൾ ഞാൻ പേരയ്ക്കത്തോട്ടം കണ്ടേ. അപ്പോൾ ഞാൻ കണ്ണനോട് വന്ന് വണ്ടി നിർത്തിയിട്ട് നമുക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, പേരയ്ക്ക ഞാൻ വരത്തില്ല. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തും, ഞാൻ പോയി പറിക്കാതാണ്. ഉണ്ടോ തോട്ടത്തിൽ 3, 4, 5, 6 ഇനി അതോട് കാണിച്ചു കൊടുത്തു. ഇതെൻ്റെ സ്വന്തം ചിറ്റപ്പൻ്റെ തോട്ടത്തിൽ നിന്ന് പറിച്ചത്. 2 എണ്ണം ഉണ്ടായിരുന്നു. 2 എണ്ണം ഒരു സ്വാമി നടന്നു പോയപ്പോൾ അയാൾക്ക് കൊടുത്തു. അയാൾ എനിക്ക് എന്ത് ചെയ്തു, പകരം ഒരു സാധനം തന്നായിരുന്നു, ബിസ്ക്കറ്റ്. ഇതാ 2 പേരയ്ക്ക് കൊടുത്തപ്പോൾ അയാൾ എനിക്കൊരു ബിസ്ക്കറ്റ് തിരിച്ചു തന്നു. അതാണ് സ്വാമിമാർ. അപ്പം എന്നിട്ടുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ പേരയ്ക്ക് പറിക്കുവാണേ, ഇത് കൈ കൊണ്ട് ഒരുമാതിരി ആർത്തിയായിപ്പോയി. കൈ കൊണ്ട് പറിക്കണ, പിന്നെ ഇങ്ങനെ നോക്കി പറിക്കണം, കൈ കൊണ്ട് പറിക്കണം. വലുത് കാണുമ്പോൾ തള്ളി പറിക്കണം. അതിനിടയ്ക്ക് ഇതെന്ത് ചെയ്ത് പറിച്ചെല്ലാം കൂടെ താഴോട്ടും പോയി. അവിടെ നിന്നിട്ടൊന്ന് ഒരാൾ പോയി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ എന്ത് ചെയ്യരുത്, ശല്യപ്പെടുത്തരുത്. അവിടെ ചക്കു വാ എന്തൊരു മനുഷ്യന് കുറച്ചെങ്കിലും ഒരു ബുദ്ധിബോധം വേണ്ടേ. പിന്നെ ബുദ്ധി പക്കുന്നവര് ശല്യപ്പെടുത്തണ എന്തിന്? ചിറ്റപ്പന്റെ തോട്ടം. പിന്നെന്താ, തക്കാളി നടുന്ന അതും എൻ്റെ ചിറ്റപ്പന. എനിക്ക് കൃഷി ചെയ്യുന്നു, ആരൊക്കെ കൃഷി ചെയ്യണം അതൊക്കെ എൻ്റെ ചിറ്റപ്പന കുഞ്ഞമ്മയൊക്കെ തന്നെ. പിന്നുള്ളതാ നല്ല. ഇവിടെ ഇപ്പം ഇത്ര പുഴു ഉണ്ടാവും കേട്ടോ. പുഴുവൊന്നുമില്ല തോട്ടത്തില്. ഇവിടെ നിന്നുകൊണ്ടെന്നാ അത് പറിച്ചെടുക്കുമ്പോ കുറച്ച് സമാധാനം തരണ്ട്. വാ ചിറ്റപ്പന്റെ തോട്ടത്തില് വേറെ അങ്ങനെ തരത്തില്ല. ഇത് പറിച്ച് ശല്യപ്പെടുത്തി ഇതൊക്കെ. പക്ഷെ മൊത്തം വവ്വാല് തിന്ന് പോവാണ് കേട്ടോ, മൊത്തം തിന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചക്കൊന്നും കഴിക്കല്ല. അല്ല, അവർക്ക് വേണ്ട, ഇത് ഇവിടെ ഉള്ളവർക്കൊന്നും വേണ്ട. എനിക്കൊന്ന് ഈ പറിച്ച് കഴിഞ്ഞതിന് ശേഷം
പറിച്ച് കഴിഞ്ഞിട്ട് എന്നാ കട്ട് ചെയ്യണം വേണ്ടേ എന്നാ അപ്പോൾ തൽക്കാലം ഇത് തിന്ന് വെള്ളം കുടിച്ചാൽ എന്ത് ചെയ്യും? 2 പേർക്ക് എന്നാൽ വിശപ്പ് വിശന്നിട്ടാണ് കയറണത്. അപ്പോൾ എനിക്ക് കയ്യെത്തി പറിക്കും. എനിക്കെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഭയങ്കര ഒരു ഹരമാണ്, ഭയങ്കര ഒരു ഇഷ്ടമാണ് ഡയറക്റ്റ് പറിക്കുന്നത്. കണ്ടില്ല, നമ്മളെ വീട്ടിൽ എന്തുണ്ടെങ്കിലും നമുക്ക് വേണ്ട, നമുക്ക് ഇല്ലാതിരിക്കുമ്പോൾ വേറൊരു സ്ഥലത്തിരുമ്പോഴാണ് ഇതിനൊക്കെ. നമ്മുടെ നാട്ടിൽ 200 രൂപ കൊടുക്കണ കിലോ. നല്ല പരിക്കത് ബ്ലോക്കോ എന്തായാലും ഇനിയുണ്ട്. 2, 3, 4, 5, 6, 7, 8. ഇപ്പം ഇതങ്ങ് തിന്നും, നാളെ കൂടെ തിന്നുണ്ട്. ഞാൻ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഉപകാരം കിട്ടും. എന്നിട്ട് മതി വാ തലക്കിട്ടടിക്കാതെ തോന്നി എനിക്ക്. ഞാൻ പിന്നെ വേഗം പോകുന്നുള്ളൂ. പഴുത്തത് അത് കൊള്ളാം. ഓരോ സാധനം അഴുക്കായി പോകും. നോക്കണം കേടുണ്ടോന്ന്. തമിഴ്നാട്ടുകാരുണ്ടല്ലോ എല്ലാം നട്ടുണ്ടാക്കും കേട്ടോ, എല്ലാ സാധനവും. നമ്മളൊക്കെ ഒരു പേരയൊക്കെ ആയിരിക്കും നടുന്നത്. ഇവരെന്ന് പറഞ്ഞാൽ പേരയ്ക്ക കൃഷി, തക്കാളി കൃഷി, മുന്തിരി കൃഷി, പിന്നെന്താ എല്ലാ സാധനം, നാരങ്ങ, ചെറുനാരങ്ങ. ഇത് തെങ്ങൻ തോപ്പാണിത്. ഞങ്ങൾ വന്ന വഴി ഒരു തോപ്പാണ്. അതിൻ്റെ അപ്പുറത്ത് ചോളമാണ്, അരിച്ചോളം. പശുവുണ്ട്, തെങ്ങ്, അരിച്ചോളം, ഏത്തപ്പഴം. വിശന്നിട്ടേ എനിക്ക് കണ്ണ് കത്തിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് കുറേ ദൂരം നടക്കണം കടയൊക്കെ കാണാൻ. ഇനി ഇന്നെന്തായാലും ഇപ്പോൾ കഴിക്കൂലോ, വൈകിട്ടേ കഴിക്കൂ. ഇന്ന് കണ്ണന് പേരക്കൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നോറിനോട് തരാം. മതിയടി, തിന്ന്, നിന്റെ വയറ് പറയട്ടോ. മതി, വിറ്റാമിൻസ് അങ്ങനെ പറയരുതേ. വേണ്ടെന്ന്. കക്കാൻ വന്നില്ലേലും തിന്നത്തില്ലേ? കക്കാൻ വരെ വിളിക്കുമ്പോൾ വരൂല. തിന്നാനെങ്കിൽ തിന്നണേ നമ്മൾ നിർബന്ധിക്കണോ? പണ്ട് അത് ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ചോറും കൊണ്ട് വരും. ഇത് ഇവിടെ നമ്മളെപ്പോലെ തന്നെ വന്ന ടൂറിസ്റ്റ് ആളുകൾ തന്ന പുളി സാധമാണ്. അതായത് പുളിയൊക്കെ വെച്ച് ചെയ്യുന്ന റൈസും ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് അവർ നമുക്ക് എന്ത് ചെയ്ത് തന്നിട്ട് പോയതാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഞാൻ വിശന്നിരിക്കുമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പേരയ്ക്ക തിന്നെ നിങ്ങൾ കണ്ടില്ലേ? അപ്പോഴത്തേക്കാണ് അവർ നമുക്ക് ചോറ് കൊണ്ടു തന്നു. പിന്നെ അപ്പം തന്നെ എന്ത് ചെയ്ത് നമ്മളൊരു വാഴയില വെട്ടിയിട്ട് അതിലോട്ട് നമ്മൾ ഇട്ട് വെച്ചിരിക്കുകയാണ്. കണ്ണൻ വെള്ളം എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നിനിപ്പോൾ എന്തായാലും ഒന്നും വാങ്ങിക്കണ്ട. ഇന്നത്തെ കാര്യം മറ്റേ കപ്പ്യാർ പറഞ്ഞ പോലെ കുശാല. പണ്ട് ഈ റോമൻ കത്തോലിക്ക പള്ളിയിലെല്ലാം ലത്തീൻ കുർബാനയാണല്ലോ. അപ്പം ലത്തീൻ കുർബാന ചൊല്ലുമ്പോഴത്തേക്കും ലത്തീനിൽ ഇങ്ങനെ കുർബാന ചൊല്ലുമ്പോഴത്തേക്കും അച്ഛൻ അന്നത്തെ കാലത്ത് ഇങ്ങനെ ചൊല്ലും പോലും. ഞാൻ എൻ്റെ പപ്പ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഇതാണ്, പഴഞ്ചൊല്ലാണ്. അതായത് അങ്ങനെ ലത്തീനിൽ കുർബാന ചൊല്ലുമ്പോൾ അച്ഛൻ ഇങ്ങനെ ചോദിക്കുന്നു, കുര്യാക്കോസേ കറി എന്താണെന്ന്. അപ്പം കപ്പ്യാർ പാടുന്നു. കപ്പ്യാരപ്പം പറയുന്നു ഇന്ന് എന്താ കറി മപ്പാസാണെന്ന്. അതായത് ഉച്ചക്കത്തെ ഊണിന് കറി മപ്പാസാണെന്ന്. കുര്യാക്കോസേ കറി അങ്ങനെ എന്തോ ആണ്. അങ്ങനെ കുറിയേലൈസു എന്ന് അങ്ങനെയൊക്കെയല്ലേ ചൊല്ലുക. അപ്പം കപ്പ്യാരിന് കുര്യാക്കോസ് എന്ന് പറഞ്ഞാണ് കപ്പ്യാർ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ചൊല്ലുമ്പം കറി മപ്പാസാണെന്ന് ഇങ്ങനെ പറയും. അപ്പം അച്ഛൻ പറയുന്നു
കുശാല കുശാല എന്ന് പറഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് കുശാലാണെന്ന് മപ്പാസും കറിയും കൂട്ടിയിട്ട് എന്ത് ചെയ്യാം കഴിക്കാമെന്ന്. അപ്പം ചെറിയൊരു എന്ത് ചെയ്ത് ചളി അടിച്ചതാണ്. അപ്പം എന്തായാലും ഇന്നത്തെ കാര്യത്തിനൊരു തീരുമാനമായി. ഇന്ന് ഒരുപാട് എന്ത് ചെയ്തു പേരയ്ക്ക കഴിക്കാൻ കിട്ടി. ഇപ്പം ഈ ചോറും ഇതുകൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഇനി ഇന്നത്തേക്കൊന്നും അറിയണ്ട. വൈകിട്ട് വേണമെങ്കിൽ വിശക്കുന്നെങ്കിൽ അന്നേരം എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ. വിശക്കുമ്പം നമുക്ക് എന്ത് തന്നാലും ഭയങ്കര സ്വാദായിരിക്കും. അതായത് കടലയും പിന്നെ ലെമണും ഒക്കെ ചേർത്തിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത് തയ്യാർ ചെയ്യുന്നത്. അപ്പം നല്ല സ്വാദാണ്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് കഴിച്ച് നോക്കി, നല്ല സ്വാദാണ്. അപ്പോൾ വീഡിയോ എടുത്തതിന് ശേഷം വേണം ഞങ്ങൾക്ക് ഇരുന്ന് കഴിക്കാൻ. കണ്ടും വെള്ളവും കൊണ്ടുവരും. അപ്പോൾ കഴിച്ചിട്ട് കുറച്ച് നേരം എന്ത് ചെയ്യണം, റെസ്റ്റ് എടുക്കണം. അതായത് എനിക്ക് ഒരു കാര്യത്തിനും ഒന്നിനും ഒരു കുറവില്ല. ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് അപ്ലോഡ് ചെയ്യും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഭക്ഷണത്തിനാണേലും കുളിക്കുന്നതിനാണേലും ഒന്നിനും ഒരു കുറവില്ലാതെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്, എന്നെ പോറ്റി പുലർത്തുന്നുണ്ട്. ഉണ്ടോ? ഇത് തെങ്ങും തൊപ്പാണ്. അവിടെ അപ്പുറത്തെ സൈഡിൽ മലയാണ്. പശുക്കളെയൊക്കെ ഇവിടെ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കെട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു എന്ത് ഫുഡാണിത്? പുളിസാദം. ഇതാണ് പുളിസാദം. കണ്ട, ഒരു ഫാമിലി വന്നപ്പോൾ ഞങ്ങൾക്ക് ഇലയിൽ തന്നിട്ട് പോയതാണ്. ഇലയൊന്നും അവരെടുത്തല്ലോ, ഇല നമ്മളെടുത്താൽ ഇല നമ്മളെടുത്ത് പാത്രം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഇല വെട്ടി.